ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു ടാങ്കർ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 6th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ മാരീഡ് ആയതിനു ശേഷം ഏസനും ക്വൻസിക്കും അവരുടെ 3 കുട്ടികളോടൊപ്പം ആദ്യമൊക്കെ കുറേ പ്രോബ്ലംസ് ഒക്കെ അതിജീവിച്ച് പിന്നീട് അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ വളരെ സ്റ്റോമി ആയിട്ടുള്ള ഒരു ദിവസമാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി അവരൊരു ഐലൻഡിലും അതും കടലിനടുത്തൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഫുള്ളായി തന്നെ മാറിയിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഏസൻ ആകട്ടെ സാധാരണ അവളുടെ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ അവളുടെ 2ാമത്തെയും 3ാമത്തെയും കുട്ടികൾ ഇപ്പൊ ഫുഡൊക്കെ കഴിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള ഡോങ്ങിന് ഇപ്പൊ ഒരു കബേർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നിയിട്ട് അവൻ നേരെ ചെന്ന് അതെടുക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു മിഠായികളെല്ലാം താഴെ വീണിട്ട് ഇത് കണ്ടുവരുന്ന ഈസൻ ചെറുതായിട്ട് അവന് വഴക്ക് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ മിഠായി തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഓടി വന്നെടുത്ത് ഇതൊക്കെ താഴെ ഇട്ടേന്ന് ചോദിച്ച് അവനെ ഒന്ന് ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ തന്നെ ഡോങ്ങിന് ഭയങ്കര വിഷമമായിട്ട് അവനിപ്പോ നിർത്താതെ അങ്ങ് കരഞ്ഞിട്ട് ഈസന്റെ അടുത്ത് അവനൊന്ന് ഹഗ് ചെയ്യാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് തന്നെ അവരുടെ മൂത്ത മകളായിട്ടുള്ള മ്യങ്ങിന്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വന്നിട്ട് മ്യങ്ങിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോൾ അവർ ഒന്നും തന്നെ നോക്കാണ്ട് ഏസിന് വേഗം തന്നെ മ്യങ്ങിനെ അന്വേഷിച്ച് പോവേണ്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്തും കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഡോങ്ങിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഏസിനാകട്ടെ പോകും വഴിയിൽ തന്നെ അവരുടെ ഒരു നൈബറിന്റെ അടുത്ത് തന്റെ മക്കള് വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അവരെ ഒന്നും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും ആ ഒരു ലേഡി ആകട്ടെ വീട്ടിൽ ടിവിയും കണ്ട് ഉറങ്ങിയിരുന്നതിനാല് ഏസൻ പറഞ്ഞൊന്നും ആ ഒരു സ്ത്രീ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആകെ മോശമായതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഏസൻ എങ്ങനെയൊക്കെയോ അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴാണ് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ സൈക്കിൾ ഓടിച്ച് പോകരുതെന്ന് ഏസൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും യങ് ആകട്ടെ അതൊന്നും കേൾക്കാതെ സൈക്കിൾ ഓടിച്ച് വീണ് അവൾക്കൊരു പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും ചെറുതായിട്ട് ചീത്ത പറഞ്ഞ് ഏസൻ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവള് മക്കളെ നോക്കാനായിട്ട് പറഞ്ഞിരുന്ന ആ ഒരു നൈബർ അവിടെ കിടന്ന് ഉറങ്ങുന്നത് അവള് കാണുന്നത്. ഉടനെ തന്നെ അവൾ ആ ഒരു ലേഡീനെ വിളിച്ച് കുട്ടികൾ ഉറങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് കുട്ടികളെന്ന് ആ ഒരു ലേഡി തിരിച്ച് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് വേഗം തന്നെ അവൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഫുള്ള് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്താകട്ടെ വീട്ടില് ആരും തന്നെ ഇല്ലാത്തതായിട്ട് കണ്ടിട്ട് അവിടെ ചുറ്റും നോക്കുമ്പോൾ അവരുടെ 2 പേരുടെയും ഷൂസ് അവിടെ ഇല്ലാത്തതായിട്ട് അവള് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ അവര് 2 പേരും പുറത്തേക്ക് പോയിന്ന് അവള് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ക്ലൈമറ്റില് കടലിന്റെ അടുത്തേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന് അറിയായിരുന്നതുകൊണ്ട് തന്നെ ഏസൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ അമ്മയുടെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള അന്റിമാര് വന്നിട്ട് അവളുടെ 2ാമത്തെ മകനെ അവരുടെ ഫീൽഡിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ 2ാമത്തെ മകനെ കണ്ട സന്തോഷത്തില് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നീട് തന്റെ ഇളയ മകനായിട്ടുള്ള ഡൊങ് എവിടെയാണെന്ന് ഇപ്പൊ ഏസൻ അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡൊങ് എന്റെ ഒപ്പം വന്നിട്ടില്ലെന്നും അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അവനും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഏസന് വീണ്ടും ടെൻഷൻ ആവാണ്. കാരണം വെറും 3 വയസ്സായിട്ടുള്ള അവളുടെ മകൻ എങ്ങോട്ടോ പോയെന്നറിയാണ്ട് പിന്നീട് ഏസനും ആ ഒരു വില്ലേജിലുള്ള ഒരുപാട് പേരും കൂടിയിട്ട് ഇപ്പൊ ഡൊങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വില്ലേജ് ഫുള്ള് തിരയുന്നുണ്ട്. ഇതേ സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഗ്വൻസിക്കും ഇപ്പോൾ ആ ഒരു വില്ലേജ് ഫുള്ള് തന്റെ മകന് വേണ്ടിയിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് 2 പേരും ഒരുപാട് നോക്കിയിട്ടും എവിടെയും തന്റെ മകനായിട്ടുള്ള ഡങ്ങിനെ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈസന്റെ അടുത്ത് അവളുടെ തന്നെ ഒരു നൈബർ വന്നിട്ട് ഇടറിയ സ്വരത്തില് അവളുടെ പേര് വിളിക്കുമ്പോൾ ആകെ പാനിക്കായിട്ട് നിൽക്കുന്ന ഏസനെ നമുക്ക് കാണാം. മകൻ എവിടെയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ വളരെ നിശബ്ദയായിട്ട് നിൽക്കായിരുന്നു ആ ഒരു നൈബർ. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് നനഞ്ഞ് കുതിർന്നു കിടക്കുന്ന ഡോങ്ങിനെയും കയ്യിൽ പിടിച്ച് ഇരുവിലിരിക്കുന്ന ഏസനെയാണ്. ഒരു സമയത്തൊക്കെ ആകെ വിറച്ചുകൊണ്ട് എന്റെ മകന്റെ ബോഡിയൊക്കെ വളരെ കോൾഡ് ആണെന്നും നിങ്ങൾ ആരും എന്താ ആംബുലൻസിനെ വിളിക്കാത്തേന്നും ഏസൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായതുകൊണ്ട് അവളെ നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ 3 വയസ്സുള്ള തന്റെ ഡൊങ്ങിന്റെ ബോഡി ആയിട്ട് ഈസൻ ആ ഒരു റോഡിലിരിക്കുന്ന വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ട് ഒരു അക്ഷരം പോലും പറയാൻ പറ്റാതെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാതെ ഗ്വൻസിക്കും ആ ഒരു റോട്ടില് കരഞ്ഞു തളർന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും തന്റെ മകൻ തങ്ങളെ വിട്ടുപോയി എന്ന ആ ഒരു സത്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവനോട് വീണ്ടും എണീക്കാൻ പറഞ്ഞിട്ട് അവനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഏസൻ. അങ്ങനെ അവന്റെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് രാത്രി ഏസൻ വീട്ടിലേക്ക് കയറുമ്പോൾ അന്ന് രാവിലെ തന്റെ മകൻ അവസാനമായിട്ട് അവനൊന്ന് ഹഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാതെ പോയ ഒരു അമ്മയാണ് ഞാനെന്ന് പറഞ്ഞ് അവൾ വളരെയധികം ഇപ്പൊ ഡിപ്രസ്ഡ് ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ അവൾ അവനെ ഹഗ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവന് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവനൊരിക്കലും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു എന്നും അവനൊരു ആപത്ത് പറ്റില്ലായിരുന്നു എന്നും ഏസൻ ഇപ്പോൾ അവളോട് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രാവിലെ അവർ
കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡൊങ് കഴിച്ചിരുന്ന സ്പൂണും അവൻ ആഗ്രഹിച്ചിരുന്ന മിഠായൊക്കെ കാണുമ്പോൾ വീണ്ടും ഏസന്റെ വിഷമം വന്നിട്ട് അവളിപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ ടൈമിലൊന്നും ഗ്വൻസിക്കിനെ ആ ഒരു വീട്ടിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ ഏസൻ ആ ഒരു കിടന്ന കിടപ്പില് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ മരിച്ച വിഷമത്തിലുപരി തന്നെ താൻ കാരണമാണ് തന്റെ മകൻ മരിച്ചത് എന്ന ഒരു വിഷമമാണ് അവൾ ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തന്റെ രണ്ടാമത്തെ മകൻ അവിടെ ഇരുന്ന് കളിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടിട്ട് ഏസൻ എഴുന്നേറ്റ് അവന്റെ അടുത്ത് പോയിട്ട് അവനോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊന്നും ഉത്തരം പറയാതെ എന്തോ വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു വീട്ടില് ഏസനെ പോലെ തന്നെ വളരെ ടയേർഡായിട്ട് കരഞ്ഞ് തളർന്നു കിടക്കുന്ന വൻസിക്ക് ഇപ്പൊ അവരുടെ മൂത്ത മകളുടെ നനഞ്ഞിട്ടുണ്ടായിരുന്ന ബാഗ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ അതിൽ അവൾക്ക് ഫീസ് അടക്കേണ്ട ഡേറ്റ് അടുത്തതായിട്ടും കഴിഞ്ഞ എക്സാംസിനൊക്കെ അവൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തതായിട്ടും കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞിട്ട് അന്ന് അമ്മ പറയുന്നത് കേൾക്കാണ്ട് ആ ഒരു സൈക്കിളും കൊണ്ട് ഞാൻ പോയതുകൊണ്ടാണ് ഡൊങ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവള് പൊട്ടിക്കരയുന്നുണ്ട്. താൻ കാരണമാണ് തന്റെ അനിയൻ മരിച്ചതെന്നുള്ള ആ ഒരു കുറ്റബോധം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇതേ ടൈമിൽ തന്നെ ഏസൻ അങ്ങനെ ഒരുപാട് ചോദിക്കുമ്പോൾ യങ് എന്ന അവരുടെ രണ്ടാമത്തെ മകൻ ഇപ്പൊ അവളോട് കാര്യം പറയുന്നുണ്ട്. അന്ന് അമ്മ ചേച്ചീനെ നോക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ എന്റെ അനിയനായിട്ടുള്ള ഡൊങ്ങിനെ മര്യാദയ്ക്ക് നോക്കാത്തോണ്ടാണ് അവൻ മരിച്ചതെന്ന് പറഞ്ഞ് ആ ഒരു കുറ്റബോധത്തില് ഇപ്പോ യങ്ങും ഇരുന്ന് കരയുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ഏസനും അതുപോലെ തന്നെ ഗ്വൻസിക്കും ഇത്രയും നാളും അവരവരുടെ വിഷമം താങ്ങാൻ പറ്റാത്തോണ്ടായിരിക്കാം ഒരു പക്ഷെ ബാക്കിയൊന്നും നോക്കാണ്ട് വളരെ സെക്ലൂഡഡ് ആയിട്ട് ആരോടൊന്നും മിണ്ടാതെ സംസാരിക്കാതെ അങ്ങനെ മാത്രം ആലോചിച്ച് കരഞ്ഞ് തളർന്ന് കിടന്നതെങ്കിലും ഈ ഒരു സമയത്തൊക്കെ അവർക്ക് രണ്ടു മക്കളും കൂടി വേറെ ഉണ്ടെന്നും അവരുടെ ഇമോഷൻസും അവരുടെ മൈൻഡും തങ്ങളെ ശ്രദ്ധിക്കാതെ പോയതെന്നും മാത്രമല്ല ഡൊങ് മരിക്കുമ്പോൾ അത് അവരെയും കൂടി ഈക്വൽ ആയിട്ട് എഫക്ട് ചെയ്തു എന്നുള്ള ആ ഒരു ഫാക്ട് ഞങ്ങൾ മറന്നുപോയതും ആലോചിച്ച് ഇപ്പൊ ഏസനും ഗ്വൻസിക്കിനും അവരുടെ തെറ്റ് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവര് മക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് തങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ലെന്നും ഇനിയുള്ള അവരുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു പഴയതുപോലെ ആവണമെന്ന് തിരിച്ചറിഞ്ഞിട്ട് വൻസിക്ക് പിറ്റേ ദിവസം തന്നെ ബോട്ടെടുത്ത് കടലിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവൻ മ്യങ്ങനെ കണ്ടിട്ട് അവൾ ഒന്നും കൂടി ആശ്വസിപ്പിച്ച് അവളുടെ ഫീസൊക്കെ എത്രയും പെട്ടെന്ന് അടയ്ക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേ ടൈമിൽ ഏസൻ ആകട്ടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് എങ്ങും കൊടുക്കാറുള്ള പോലെ തന്നെ അങ്ങിന്റെ പ്ലേറ്റിൽ അവനായിട്ട് കുറച്ച് ഫുഡും അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പൂണും മിഠായൊക്കെ അവന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അവള് വീണ്ടും എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് ഇന്നത്തെയും പോലെ അല്ലാതെ കടലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണുന്ന അവൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ള ആന്റിമാര് അതിന് കാരണം അവൾക്ക് കടലിനോടുള്ള വെറുപ്പാണെന്നും ആദ്യം അവളുടെ അച്ഛനെയും പിന്നെ അവളുടെ അമ്മേനെയും ഇപ്പതേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡൊങ്ങിനെയും കൊണ്ടുപോയത് ആ ഒരു കടലായതുകൊണ്ട് അതിന് നേരെ ഇരിക്കാനായിട്ടുള്ള ഒരു ത്രാണി ഒരു പക്ഷെ ഏസിന് ഉണ്ടായിരിക്കില്ല എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ ഗ്വൻസിക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗ്വൻസിക്കും ഏസനും അവരുടെ രണ്ട് മക്കളും കൂടിയിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു സീസൺ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നും എന്റെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ ഇപ്പോൾ സാഡ് ആവുന്നുണ്ടെങ്കിലും ഒരു സമയത്തൊക്കെ ഗ്വൻസിക്ക് അവളുടെ ഒപ്പം കട്ടയ്ക്ക് തന്നെ കൂടെ നിന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരു ജനറൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഡൊങ്ങിനെ കുറിച്ച് അവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഏസൻ ആകട്ടെ ഞാൻ കാരണമാണ് ഡൊങ് മരിച്ചതെന്നും കാരണം ഗ്വൻസിക്ക് എപ്പോഴും കടലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എപ്പോഴെങ്കിലും ഗ്വന്നിനെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ കടലിന്റെ സൈഡിലായിട്ട് നിന്നിട്ട് ഗ്വൻസിക്കിന്റെ പേര് ഒച്ചത്തിൽ വിളിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഗ്വൻസിക്ക് വരുമെന്നും അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നും ഏസൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏസനെയും എന്റെ സിബ്ലിങ്സിനെ ആരെയും കാണാത്തപ്പോ ഗ്വൻസിക്കിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഡൊങ് മേ ബി ആ ഒരു കടലിന് സൈഡിൽ വന്ന് നിന്നതും പിന്നീട് ഒരു ട്രാജഡി സംഭവിച്ചതും. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് ഡൊങ്ങിന്റെ മരണത്തിന് കാരണം ഞാനാണ് എന്ന കുറ്റബോധത്തില് ഏസൻ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഗ്വൻസിക്കിനും വിഷമായിട്ട് അവനിപ്പോൾ ഏസനെ ചെന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിന്ന് ഏസന്റെ മുമ്പിൽ അവൻ അഭിനയിച്ചു നിന്നെങ്കിലും പിന്നീട് 30 വർഷങ്ങൾക്ക് ശേഷം അവനൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്ന സമയത്ത് ബോധമില്ലാതെ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും പണിക്ക് പോകരുതായിരുന്നു എന്നും ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്റെ മകൻ മരിക്കില്ലായിരുന്നു എന്നും അവന്റെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അവൻ സംസാരിച്ചത് ഏസൻ കേട്ടിട്ട് ഇത്ര നാളും തന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ 30 വർഷമായിട്ട് ഈ ഒരു കാര്യം അവൻ കൊണ്ടു നടക്കായിരുന്നു എന്ന് ഏസൻ മ്യങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഡൊങ് മരിച്ചപ്പോഴും നിങ്ങളെപ്പോലെ രണ്ട് മക്കള് ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിടിച്ചെക്കാൻ പറ്റിയതെന്നും നിങ്ങളുള്ളതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ജീവിക്കാനായിട്ട് ഒരു ധൈര്യം കാട്ടിയതെന്നും പേസൻ പറയുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ അവര് കുറച്ച് ഡൗൺ ആയി പോയിരുന്ന സമയത്ത് പേസന്റെ ആ ഒരു അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന ആന്റീസും അവരുടെ നൈബേഴ്സും ഒക്കെ അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ഒരു ദിവസം പോലും പട്ടിണിക്കിടാതെ ആ ഒരു മക്കളെ നോക്കിയതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സ്നേഹവും ആ ഒരു കെയറിങ്ങും ഒക്കെ കാരണമാണ് ഡൊങ്ങിന്റെ ആ ഒരു മരണം അതിജീവിക്കാനായിട്ട് തങ്ങൾ
നിങ്ങൾക്ക് പറ്റിയതെന്നിപ്പോൾ ഏസൻ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ പണ്ട് ഏസൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഗ്വൻസിക്കിന് ജോലി ഇല്ലാണ്ടിരുന്ന ടൈമിൽ നേരാവണ്ണം ഫുഡ് കഴിക്കാനായിട്ട് അരി പോലും ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവരുടെ വീട്ടിലേക്ക് അവരറിയാണ്ട് തന്നെ കയറിയിട്ട് അവർക്ക് വേണ്ട അരിയെല്ലാം കൊടുത്തിരുന്നത് അവരുടെ നൈബേഴ്സ് ആണെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കണം അവർ അങ്ങനെ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം ഏസൻ വന്ന് നോക്കുന്ന സമയത്ത് ഓരോ ദിവസവും അവർക്ക് കഴിക്കാൻ വേണ്ട ക്വാണ്ടിറ്റിനേക്കാളും കൂടുതൽ അരി അതിൽ കാണുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൾ അവരോട് പോയിട്ട് ഇതെല്ലാം ചോദിക്കുമെങ്കിലും ഏസനും ഗ്വൻസിക്ക് പോലും അറിയാണ്ട് അവരുടെ നൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഒരു മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴും ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ ടൈമിൽ തന്നെ അവരുടെ പുതിയ ഒരു വീടിന്റെ റെന്റ് എടുത്ത് അവർക്ക് കൊടുത്തത് ഏസന്റെ സ്റ്റെപ്പ് മദർ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും പലരും അവരെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവരങ്ങനെ പിടിച്ചു നിന്നത്. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം മ്യങ് വലുതായിട്ട് അവൾക്ക് സിയോളിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് ആ ഒരു വാർത്തയൊക്കെ അറിഞ്ഞിട്ട് വയസ്സായിട്ടുണ്ടായിരുന്ന ഏസനും ഗ്വൻസിക്കും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഏസന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഇതിലൂടെ പൂർത്തിയാകുന്നത്. അങ്ങനെ അവള് സിയോളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മ്യങ്ങിനേക്കാളും കൂടുതൽ സന്തോഷത്തിൽ ഏസനാണ്. അത്രയും എക്സൈറ്റഡ് ആയിട്ട് മ്യങ്ങിന്റെ പേരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഫാമിലി അവരെ പരിചയപ്പെടുന്നുണ്ട്. മ്യങ് എന്നത് അവരുടെ ഫാമിലിയിലെ ഉള്ള ഒരു അച്ഛന്റെ പേരാണെന്നും പറഞ്ഞ് ആ ഒരു ഫാമിലിയിലത്തെ അതേ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള യങ് എന്ന് പറഞ്ഞ ഒരു ബോയ് ഇപ്പോ നമ്മുടെ ഏസന്റെ ഫാമിലിയുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ ഗ്വൻസിക് ആകട്ടെ യങ്ങിനെ എന്തോ വല്ലാത്ത പോലെ നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. മേ ബി ഗ്വൻസിക്കിന്റെ ഇൻറ്റ്യൂഷൻ തെറ്റാത്തോണ്ടായിരിക്കണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ആരും അറിയാതെ മ്യങ്ങിന്റെ കുറച്ച് സോളോ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് അവളിപ്പോ ഇവിടേക്ക് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അവന് എന്റെ മോളോട് ക്രഷ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗ്വൻസിക്കിന് ഇപ്പൊ വളരെ ദേഷ്യം വരാണെങ്കിൽ ഏസൻ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. മാത്രല്ല അവളിപ്പോ ഗ്വൻസിക്കിന്റെ അടുത്ത് നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ യങ്ങിന് മ്യങ്ങിന്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്നും അവൻ അവളെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നും ചോദിക്കുമ്പോൾ ഗ്വൻസിക്കും പണ്ട് അങ്ങനെ തന്നെയല്ല ചെയ്തതെന്ന് ഏസൻ ചോദിച്ച് ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിയോളിൽ കാണിക്കുകയാണെങ്കിൽ ഗ്വൻസിക്ക് പേടിച്ചിരുന്നത് പോലെ തന്നെ മ്യങ്ങും യങ്ങുമായിട്ട് ഇപ്പൊ റിലേഷനിലായിരിക്കുകയാണ്. പക്ഷെ അടുത്ത ദിവസം അവരുടെ നാട്ടിലുള്ള എല്ലാ ബോയ്സും ആർമിയിലേക്ക് പോകണം എന്ന് കമ്പൽസറി ആയതുകൊണ്ട് നാളെ യങ്ങിന് പോകേണ്ട സമയം ആയതുകൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കും അവർ ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ന് നമ്മൾ കാണുന്ന അവസാനത്തെ ദിവസമാണെന്നും നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് വെസ്റ്റഡ് ആയിട്ട് തന്നെ മ്യങ് ചോദിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് അവൾ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ അവൻ ഇരിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ പണ്ട് ഗ്വൻസിക്കും ഏസനും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് മ്യങ്ങും യങ്ങും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ യങ്ങിന്റെ ഫാമിലി കുറച്ച് റിച്ച് ആയതുകൊണ്ട് അതിന്റെ പേരിലാണ് പ്രസന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അവരുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്ന് നമ്മൾ കണ്ടതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഫ്ലാഷ് ബാക്കിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൂടെ തന്നെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് പ്രസന്റിലേക്ക് എത്തിയതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഗൈസ്, ഇവരുടെ ഈ ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ ഇതിന്റെ അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.